നമസ്കാരം. ഞാൻ ധനേന്ദ്രൻ വൈദ്യനെടുക്കുകയാണ്. ഇന്ന് പൊതുസമൂഹത്തിൽ കണ്ടുവരുന്ന ഏറ്റവും ഗുരുതരമായ രോഗങ്ങളിലൊന്നാണ് അർശസ് എന്ന രോഗം. യാന്ത്രികവും ആഡംബരപൂർണവുമായ ജീവിതത്തിൻ്റെ ഫലം നമ്മെ കൊണ്ട് എത്തിക്കുന്നത് എവിടെയാണെന്ന് നാം തന്നെ ചോദിച്ചാൽ മനുഷ്യജീവന് തന്നെ ഭീഷണിയായിട്ടുള്ള പലതരം രോഗങ്ങളാണെന്നതിൽ സംശയമുണ്ടാകില്ല. അത്തരം ജീവിതത്തിലൂടെ ജന്യമാകുന്ന രോഗങ്ങളിലൊന്നാണ് അർശസ്, പൈൽസ്, മൂലക്കുരു എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. മനുഷ്യന് വളരെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള ഒരു രോഗമാണ് അർശസ് എന്ന് പറയുന്നത്. എല്ലാ തരക്കാരിലും ഈ രോഗം കണ്ടുവരുന്നെങ്കിലും 35 വയസ്സ് കഴിഞ്ഞവരിലാണ് ഈ രോഗം അധികം ഉണ്ടാകുന്നത്. അർശസ് രോഗം പിടിപെട്ടാൽ ജീവിതകാലം മുഴുവൻ അതൊരുവനെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഈ രോഗം വരുന്നവൻ നിർഭാഗ്യവാൻ തന്നെയാണ്. ഈ രോഗത്തിന് ഇഷ്ടമില്ലാത്ത ആഹാര സാധനങ്ങൾ ഒന്നും തന്നെ രോഗിക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുകയില്ല. അതിന് വിപരീതമായിട്ടുള്ള ആഹാര സാധനങ്ങൾ ഉപയോഗിച്ചാൽ ആ രോഗം രോഗിയെ വല്ലാതെ അലട്ടുമെന്നുള്ള കാര്യം യാതൊരു തർക്കവുമില്ല. അത് ശ്രദ്ധിക്കുക തന്നെ വേണം. മലദ്വാരത്തിന് ചുറ്റുമുള്ള രക്തക്കുഴലുകൾ വീർത്ത് തടിക്കുന്നതാണ് അർശസ് എന്ന രോഗം. അർശസ് മലദ്വാരത്തിന് പുറത്തും അകത്തും വരാം. തുടർച്ചയായി മലബന്ധവും ഇടയ്ക്കിടയ്ക്ക് മലദ്വാരത്തിന് ചുറ്റും തോന്നുന്ന ഒരു വേദനയും ഒരു പുകച്ചില്, ഒരു നീറ്റല്, ഇതൊക്കെയാണ് അർശസ് ആയിട്ട് പരിണമിക്കുന്നത്. അർശസ് ഉണ്ടാകുന്നതിന് പല കാരണങ്ങളാണ് ഉള്ളത്. മലദ്വാരത്തിലെ സിരകളിലെ രക്തവേഗം ബാഹ്യസമ്മർദ്ദം കൊണ്ട് തടസ്സപ്പെട്ടാൽ കാലക്രമേണ അർശസ് ഉണ്ടാകാം. പാരമ്പര്യം, ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കാതിരിക്കുക, അമിതമായ മദ്യപാനം, കിഴങ്ങ് വർഗ്ഗങ്ങളുടെ കുറേ ഉപയോഗങ്ങൾ, എരിവും പുളിയും അതുപോലെ തന്നെ തീക്ഷ്ണവുമായ ഭക്ഷണ സാധനങ്ങൾ, ഗർഭകാലത്ത് ഗർഭസ്ഥ ശിശുവിനാൽ ഉണ്ടാകുന്ന അമിതമായ ഒരു സമ്മർദ്ദം, കോഴിയിറച്ചിയുടെ അമിതമായിട്ടുള്ള ഉപയോഗം, കോഴിമുട്ടയുടെ അമിതമായ ഉപയോഗം, കടല, പരിപ്പ് തുടങ്ങിയവയുടെ ഉപയോഗം, ഇതൊക്കെ തുടർച്ചയായി ഉപയോഗിക്കുന്നവരിലും അതുപോലെ തന്നെ ഈ കണ്ടിന്യൂ ആയിട്ട് തുടർച്ചയായി വാഹനങ്ങളിൽ ഇരുന്ന് യാത്ര ചെയ്യുക, കഠിനമായ ഒരു വസ്തുവിൽ, കാഠിന്യമുള്ള നല്ല മൃദുലത ഇല്ലാത്ത ഒരു വസ്തുവിൽ ഇരിക്കുക, അതുപോലെ തന്നെ എന്താ പറയുക, കുത്തിയിരിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള പ്രതലങ്ങളിൽ കുത്തിയിരിക്കുക, ഒരുപാട് സമയം കുത്തിയിരിക്കുക, അധോവാദം, അതികലശലായി നമ്മൾ ബലം പ്രയോഗിച്ച് ടോയ്ലറ്റിലൊക്കെ മലത്തിന് ബലം മുറുകി പോകുന്ന സമയങ്ങളിലൊക്കെ അമിതമായിട്ട് മുക്കുക, വേണ്ടതിലധികം മുറുക്കി വസ്ത്രധാരണം ചെയ്യുക, ജീൻസ് പോലുള്ള അങ്ങനെയുള്ള കട്ടിയുള്ള വസ്ത്രങ്ങളൊക്കെ ഭയങ്കര ടൈറ്റായിട്ട് എല്ലാം മുറുക്കി വസ്ത്രധാരണം ചെയ്യുന്നതിലും ഈ രോഗത്തിന് വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ മൂത്രം, മലം എന്നിവയുടെ വേഗത്തെ തടയുക. ചിലർക്ക് മലമൂത്ര വിസർജനങ്ങളിൽ വളരെ ബുദ്ധിമുട്ടൊക്കെ വരുന്ന അതിന് വേഗത്തെ തടയുന്ന ഭക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുക. പനിയോ ജന്മന അതിസാരമോ ആമദോഷമോ അതുപോലെ തന്നെ ഗ്രഹണിയോ നീരോ അല്ലെങ്കിൽ പാണ്ഡുരോഗമോ കൊണ്ട് ശരീരത്തിന് ഭയങ്കരമായ ഒരു കർശനം വരിക, സാഹസികമായിട്ടുള്ള ചേഷ്ടകൾ തുടങ്ങി മറ്റ് കാരണങ്ങളാലും ഈ അർശസ് വേണമെങ്കിൽ ഉണ്ടാകാം. മുൻ പറഞ്ഞ പ്രകാരമുള്ള കാരണങ്ങളാൽ വർദ്ധിച്ചു നിൽക്കുന്ന മലത്തെ സംഗ്രഹിച്ച് ഗുദത്തിന്റെ വലികളിൽ കൊണ്ടുവച്ച് അമർത്തും. അപ്പോൾ അവിടെ വലികൾ നുനയും. അത് നുനയുമ്പോൾ അവിടെ മാംസാങ്കുരങ്ങൾ ഉണ്ടാവുകയും ഇത്തരത്തിലാണ് ഒരാളിൽ ഈ അർശസ് എന്നോ മൂലക്കുരുവെന്നോ ഒക്കെ നമ്മൾ പറയുന്ന ഈ രോഗമുണ്ടാകുന്നത്, പൈൽസ് എന്ന രോഗമുണ്ടാകുന്നത്. വ്യക്തമായി പറഞ്ഞാൽ മലവാഹിനിയിലെ സിരകളിൽ മേൽപോട്ടുള്ളവയും താഴോട്ട് രക്തം ഒഴുകാതെ നിരോധിക്കത്തക്ക വാൽവുകളുള്ളവയുമാണ്. ഒരു വ്യക്തിയുടെ മലം കട്ടിയുള്ളതാകുമ്പോൾ മേൽപ്പറഞ്ഞ സിരകൾക്ക് സമ്മർദ്ദം കൂടി രക്തം വാൽവുകളെ ഞെരിക്കുകയും ചെയ്യുന്നു. അത് സിരയെ വികസിപ്പിക്കാൻ പ്രവണതയുള്ളതാണ്. തുടർന്ന് അത് സിരാവികാസം ഉണ്ടാക്കുകയും അതിനെയാണ് നാം അർശസ് എന്ന് വിളിക്കുകയും ചെയ്യുന്നത്. ഈ പറഞ്ഞ വികാസം മലവാഹിനിക്ക് അകത്തോ പുറത്തോ വേണമെങ്കിൽ ഉണ്ടാകാം. ബാഹ്യ അർശസ് ചിലപ്പോൾ അകത്ത് രക്തഘനീകരണം ഉണ്ടാക്കുന്നു. അത് വളരെ വേദനാജനകമാണ്. ഈ രക്തഘനീകരണം നീക്കം ചെയ്ത് ആശ്വാസം നൽകാൻ സാധിക്കുന്നതാണ്. അകമയുള്ള അർശസ് കാണുവാൻ കഴിയുന്നില്ലെങ്കിലും മലശോധനാനന്തരം ചിലപ്പോൾ രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്യും. അത് പലരിലും കണ്ടുവരുന്ന ഒരു അർശരോഗങ്ങളിൽ ഒന്നാണ്. ലക്ഷണങ്ങൾ കൊണ്ട് നമുക്ക് അർശസിനെ വേണമെങ്കിൽ
ഒരു 3 ഘട്ടമായിട്ട് വേണമെങ്കിൽ വിഭജിക്കാം. പ്രഥമ ഘട്ടത്തിൽ മലം പോകുമ്പോൾ രക്തധമനികൾ ഒരു ചെറിയ മുഴ പോലെ പുറത്തേക്ക് തള്ളി വരികയും മലം പോയി കഴിയുമ്പോൾ തിരിച്ച് മലദ്വാരത്തിനകത്തേക്ക് പോവുകയും ചെയ്യുന്നതിന് ഒരു പ്രഥമ ഘട്ടമായിട്ട് വേണമെങ്കിൽ പറയാം. രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് മലവിസർജനം നടത്തുമ്പോൾ ഈ മുഴകൾ തള്ളി വരികയും തിരിച്ചു പോയില്ലെങ്കിൽ രോഗി തള്ളി മലദ്വാരത്തിനകത്തേക്ക് തന്നെ വിടുകയും ചെയ്യുന്നുണ്ട്. അതിനെ നമുക്കൊരു രണ്ടാം ഘട്ടമായിട്ട് അർശസ്സിനെ നമ്മൾക്ക് വേണമെങ്കിൽ വിലയിരുത്താം. മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് ഈ മുഴ തള്ളിയാലും അകത്തേക്ക് പോകാതെ വെളിയിൽ തന്നെ നിൽക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥിതി ഒരു ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. യഥാസമയം ചികിത്സിച്ചില്ല എങ്കിൽ അങ്ങനെയുള്ള സ്ഥിതിയിൽ പഴുക്കുകയും ആ പഴുപ്പ് ധമനികളിലൂടെ കരളിലെത്തി രോഗിയുടെ നില ഗുരുതരമാവുകയും ചെയ്യും. അർശസ് രൂക്ഷമായി നിലകൊള്ളുന്ന ഒരു രോഗിയാകട്ടെ അത്യന്തം ഭീതിയുള്ളവനും യാതൊന്നിലും താല്പര്യമില്ലാത്തവനായും ബലക്ഷയം സംഭവിക്കുന്നവനായും കാണപ്പെടുന്നുണ്ട്. ചുമ, ദാഹം, പുളിച്ച് തികട്ടല്, നെഞ്ചെരിച്ചില്, രുചിയില്ലായ്മ, അതുപോലെ തന്നെ തളർച്ച, നമുക്ക് എപ്പോഴും ഒന്നും ചെയ്യാനൊരു തോന്നലുണ്ടാവുകയില്ല, ക്ഷീണമായിരിക്കും എപ്പോഴും. ശ്വാസകോശ രോഗങ്ങൾ വരാം, പനിയും ഛർദിയും നീരും വരാം, ശുക്ലം ക്ഷയം സംഭവിക്കാം, ചെവി കേൾക്കാഴിക വേണമെങ്കിൽ സംഭവിക്കാം, കണ്ണ് കാഴ്ചയ്ക്ക് വേണമെങ്കിൽ ഇച്ചിരി കുറയും, അശ്മരി എന്നിവകളാൽ പീഡിതനുമായിരിക്കും. കൂടാതെ ഇടറിയ സ്വരം, എപ്പോഴും തുപ്പിക്കൊണ്ടിരിക്കുക, രുചിയില്ലായ്മ ഉണ്ടാവുക, ഇതൊക്കെ ഈ ഒരു അവസ്ഥകളൊക്കെ നമുക്ക് സംജാതമാകാവുന്നതാണ് ഈ രോഗങ്ങൾ കൊണ്ട്. നാഡികളിലും അസ്ഥികളിലും നാഭിയിലും ഹൃദയത്തിലും ഗുദത്തിലും മറ്റും അതികഠിനമായ വേദനയും കണ്ടുവരും. ചിലപ്പോൾ വരണ്ടും ചില നേരം ദഹിക്കാതെയും വെളുത്ത് മഞ്ഞളിച്ചും പച്ച നിറമായും രക്തവർണമായും വഴുവഴുത്തതുമായ മലവിസർജനങ്ങളും ചിലപ്പോൾ സംഭവിക്കും. ഇതിനെ നമുക്ക് നിയന്ത്രിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിത ശൈലിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ രോഗവും കാണുന്നത്. പാരമ്പര്യമായിട്ട് ഞാൻ പറഞ്ഞു, പാരമ്പര്യമായിട്ടും ഈ രോഗത്തെ കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഭൂരിപക്ഷം ആളുകളിലും ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്നത് നമ്മുടെ ഈ ഭക്ഷണ ക്രമീകരണങ്ങൾ, ഞാൻ പറഞ്ഞു ജീവിത ശൈലിയിൽ നമ്മൾ അനുവർത്തിക്കുന്ന ചില ഘടകങ്ങളാണ് ഈ രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നത്. എരിവുള്ള ഭക്ഷണം ഒഴിവാക്കുകയാണ് ഇതിൻ്റെ ഒരു വലിയൊരു കാര്യമെന്ന് പറയുന്നത്. ധാരാളം വെള്ളം കുടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. വെണ്ണ പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ചും നാരുകൾ അടങ്ങിയ ഭക്ഷണം ധാരാളം കഴിക്കണം. ഇലക്കറികൾ, അതുപോലെ തന്നെ തവിടുകളയാത്ത അരിയ്, ഈ പച്ച ഏത്തയ്ക്കാപ്പൊടിയ്, പഴങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നത് ഈ രോഗത്തെ കുറയ്ക്കാൻ സഹായിക്കും. മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ കോഴിമുട്ട, കോഴിയിറച്ചി തീർച്ചയായിട്ടും ഉപേക്ഷിക്കണം. മീന് കറിയൊക്കെ വെച്ച് കൂട്ടുന്നത് നല്ലതാണ്. എണ്ണയിൽ വറുത്തതൊക്കെ കഴിവതും ഒഴിവാക്കുക. ഫാസ്റ്റ് ഫുഡുകൾ, നമുക്ക് പുറമേ നിന്ന് മേടിക്കുന്ന നിറം ചേർത്ത പ്രിസർവേറ്റീവുകൾ ചേർത്ത ഫാസ്റ്റ് ഫുഡുകൾ നമ്മൾക്കിത് ദോഷം വരുത്തി വയ്ക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. വ്യായാമം നമ്മൾ ശീലമാക്കണം. ആയാസപ്പെട്ട് ഒരു ഭാരം നമ്മൾ ഉയർത്തുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാകും. ഈ രോഗത്തിന് കാഠിന്യം കൂടും. അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് പഴം ഉപയോഗിക്കുക. നിറം ചേർത്ത വസ്തുക്കളൊക്കെ ഞാൻ പറഞ്ഞു, അങ്ങനെയുള്ള കാര്യങ്ങളും ബേക്കറി പലഹാരങ്ങളും ഒക്കെ നമ്മൾക്ക് ഒഴിവാക്കാം. നമ്മുടെ പൂർവികർ, അതായത് നമ്മുടെ തൊട്ട് തലമുറയിലുള്ള നമ്മുടെ മാതാപിതാക്കൾ അടക്കമുള്ളവർ പകർന്നു തന്ന ഒരു ജീവിത രീതിയുണ്ട്, ഒരു ഭക്ഷണ രീതിയുണ്ട്. പുതിയ ജനറേഷനുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക. ആഹാര കാര്യത്തിൽ മാത്രം നമ്മുടെ മാതാപിതാക്കൾ പകർന്നു തന്ന ഒരു അനുഭവ സമ്പത്തിലേക്ക് തിരിച്ചു പോകണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അനുഭവ സമ്പത്ത് എന്ന് പറയുന്നത്, ഒരു നാട്ടുവൈദ്യനായ ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു പൊതുസമൂഹത്തിലേക്ക് പകർന്നു തരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, വികൃതമായ വികൽപ്പമായ ജീവിതചര്യകൾ ആചരിച്ച് നമ്മുടെ സമൂഹം രോഗങ്ങളിലേക്ക് ഒരുപാട് പോകുന്നുണ്ട്. രോഗികൾ ഈ സമൂഹത്തിൽ നിറയുകയും അത് രാജ്യത്തിന് തന്നെ ദോഷമായി മാറുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കഴിവതും ജീവിതശൈലി രോഗങ്ങളിൽ തന്നെ ബന്ധപ്പെടുന്നതാണ് അർശസ് എന്ന രോഗവും. ഈ രോഗത്തെ നിയന്ത്രിച്ച് സുഗമമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കും. നാട്ടുവൈദ്യത്തില് അഭയാരിഷ്ടം, ദന്ത്യാരിഷ്ടം, ബാഹുശാലകുളം, കങ്കായനവടകം ഇങ്ങനെ തുടങ്ങിയ മരുന്നുകളൊക്കെ ഇതിന് ഹിതമാണ്. ബാഹുശാല ഗുളം തയ്യാറാക്കുമ്പോൾ അതിനകത്ത് കാട്ടുചേനയുണ്ട്. കാട്ടുചേന കൃത്യമായി അനുപാതത്തിൽ ശുദ്ധി ചെയ്യണം.
ശുദ്ധി ചെയ്ത് നല്ല അളവിൽ തന്നെ അത് ചേർക്കാനും തയ്യാറാകണം. കാട്ടുചേനയുടെ അളവ് ഈ രോഗത്തെ നന്നായി തന്നെ കുറയ്ക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്ന ഔഷധക്കൂട്ടുകൾ അത്രയും നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ അളവിലും അനുപാതത്തിലും യാതൊരു വ്യത്യാസവും വരരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഔഷധം നമ്മൾക്ക് ഹിതമാവുകയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. മറ്റൊന്ന്, യന്ത്ര സംവിധാനങ്ങൾ ഒരു കാരണവശാലും ഔഷധങ്ങളിൽ തൊടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. എപ്പോഴും ഔഷധങ്ങളിൽ പ്രത്യേകിച്ചും ശുദ്ധിവസ്തുക്കൾ ചേരുന്നിടത്തൊക്കെ നമ്മൾ കഴിവതും ഒഴിവാക്കണം. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടല്ല ഞാൻ പറഞ്ഞത്. ചില കാര്യങ്ങളിൽ നമുക്ക് യന്ത്ര സംവിധാനങ്ങൾ പറ്റില്ല. പ്രത്യേകിച്ചും കൊടുവേലി പോലുള്ള ഔഷധങ്ങൾ, ശതാവരി കിഴങ്ങുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതൊക്കെ കല്ലിൽ വെച്ച് ചതച്ച് തന്നെ ചേർക്കണം. കൊടുവേലിക്കിഴങ്ങ് ചേർക്കുന്ന സമയത്ത് 7 പ്രാവശ്യം ചുണ്ണാമ്പ് വെള്ളത്തിൽ ശുദ്ധി ചെയ്യുന്നതോടൊപ്പം, പരിചയസമ്പന്നർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതാണ് ഔഷധങ്ങൾ കൈകാര്യം ചെയ്യുക. വൈദ്യനോ ആയുർവേദ ഡോക്ടർമാരോ അവർക്കൊക്കെ മാത്രം വിധിച്ചിട്ടുള്ളതാണ്. അവരുടെ സാന്നിധ്യത്തിൽ മാത്രമേ ഔഷധങ്ങൾ തയ്യാറാക്കാവുള്ളൂ. അല്ലാത്തവർ, ഒരു കാരണവശാലും പരിചയസമ്പന്നല്ലാത്തവർ ഔഷധങ്ങൾ തുടരുത്. അങ്ങനെയുള്ളവർ കൊടുവേലി ശുദ്ധി ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ ഉള്ളിലുള്ള നാരുകൾ കളയണം. ഗ്ലൗസൊക്കെ ഇട്ട് വേണം കൊടുവേലി കൈകാര്യം ചെയ്യാൻ. നാരുകൾ കൃത്യമായിട്ടും കൊടുവേലിയിൽ നിന്നും നീക്കം ചെയ്ത് വേണം അത് കഷായത്തിലേക്ക് ചേർക്കുവാൻ. ഇത്തരത്തിൽ നിർമ്മിക്കുന്ന, കൃത്യമായ അനുപാതത്തിൽ ഔഷധങ്ങൾ ചേർത്ത് നിർമ്മിക്കുന്ന ഔഷധങ്ങൾ കൊണ്ട് ഈ അർശസ് എന്ന മാരകമായ ഈ രോഗത്തെ നമുക്ക് നിയന്ത്രിക്കാം. ജീവിതകാലം മുഴുവൻ ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാം. എപ്പോഴും ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. അന്തരീക്ഷം മലിനമാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ കുടിക്കുന്ന വെള്ളം, ഞാൻ പറയുന്നു, പല രോഗങ്ങളിലും വെള്ളം നമ്മൾ ധാരാളം ഉപയോഗിക്കാൻ പറയുന്നതിൻ്റെ കാരണം ശുദ്ധമായ വെള്ളം നമ്മൾക്ക് ലഭിക്കണം, ശുദ്ധമായ പ്രകൃതിയായിരിക്കണം. നമ്മുടെ മാലിന്യങ്ങൾ പൊതുസമൂഹത്തിൽ നിക്ഷേപിക്കരുത്. ഈ പ്രകൃതിയെ സംരക്ഷിക്കണം. ശുദ്ധമായ ശ്വാസവും നല്ല വെള്ളവും നമ്മുടെ അവകാശമാണ്. ജഗദീശ്വരൻ ഈ ഭൂമിയിൽ എത്ര കാലം ജീവിക്കാൻ അനുവദിച്ചിരിക്കുന്നുവോ അത്ര കാലം ശുദ്ധമായ ഒരു വായു ശ്വസിച്ച് നല്ല വെള്ളം കുടിച്ച് ജീവിക്കാൻ നാം തന്നെ അനുവദിക്കണം. നമ്മുടെ വീട്ടിലുള്ള മാലിന്യങ്ങൾ പൊതുസമൂഹത്തിൽ നിക്ഷേപിക്കരുത്. അത് പക്ഷികളും അതുപോലെ തന്നെ മൃഗങ്ങളുമൊക്കെ അത് കടിച്ചും വലിച്ചും മറ്റുള്ളവന്റെ കുടിവെള്ള സ്രോതസ്സിലും മറ്റുള്ളവന്റെ ടെറസുകളിലും വീടുകളിലും പറമ്പുകളിലും തൊടികളിലും നഗരങ്ങളിലുമൊക്കെ ഇട്ട് രോഗങ്ങൾ മുഴുവൻ വ്യാപിച്ച് നമ്മൾ എല്ലാവരെയും രോഗികളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അവരവരുടെ വീട്ടിലെയും സ്ഥാപനങ്ങളിലെയും മാലിന്യങ്ങൾ സ്വന്തമായി സംസ്കരിക്കാൻ മനസ്സ് നിറഞ്ഞ ഒരു ദൈവഭയത്തോടു കൂടി തന്നെ അത് ചെയ്യണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഞാൻ വയ്ക്കുന്നു. ആരോഗ്യമുള്ളൊരു ജനതയാകട്ടെ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു സമ്പത്ത്. നന്ദി, നമസ്തേ. ഞാൻ ധന്വന്തരൻ വൈദ്യൻ, ഇടുക്കിയാണ്.